ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു വറുവലാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് വഴുതനങ്ങയാണ്. വഴുതനങ്ങയെന്നും കത്തിരിക്കയെന്നൊക്കെ പറയുന്നത് സെയിം തന്നെയാണ്. നമ്മുടെ ഈ പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ വഴുതനങ്ങയിൽ ഒരു 3 എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലുതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. തീരെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ പിന്നെ എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകും. നമുക്ക് ഓരോ പീസായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കറുത്ത് പോവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കടുകാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്നില്ലേ നമ്മുടെ കത്തിരിക്ക, അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ തെറിക്കും. അതായത് ഈ വെള്ളം ചൂട് എണ്ണയിലേക്ക് വീഴുന്നതിൻ്റെ പേരിലാണ്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് മാറിക്കോളും. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ സമയം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ ഈ വഴുതനങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം തന്നെ ചേർത്തേക്കണം. കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ നിന്നും ഒരല്പം കൂടി കൂടുതലായിട്ട് മതിയാവും. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പില നമ്മൾ എണ്ണയിലേക്ക് ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. കാരണം കുറച്ച് സമയം ഇതിങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അതിൻ്റെ പേരിൽ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മളിതിലേക്ക് വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ചില കറികളൊക്കെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാത്തതായിരിക്കും. പക്ഷേ ഇതുപോലെ ഒരു വഴുതനങ്ങ വറുവൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുളക് പൊടിയാണ് നമ്മൾ ഫസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഇത്തിരി അത്യാവശ്യം എരിവ് കുറവുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരേ 1 ടീസ്പൂൺ അളവിൽ മതിയാവും. അതുപോലെ തന്നെ കൂടെ നമുക്ക് പിന്നെ വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. നമ്മളിപ്പോൾ ഈ ഒരു അളവിനാണ് നമ്മുടെ ഈ വഴുതനങ്ങ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ വഴുതനങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയേക്കണം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരേ ഒരു പിഞ്ച് അളവിൽ ഉലുവാപ്പൊടിയും കൂടി, വറുത്ത ഉലുവാപ്പൊടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ വഴുതനങ്ങയ്ക്ക് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴയാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ പിന്നെ ഈ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ വേണം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. അത്രയും ആ 2 മിനിറ്റും കൊണ്ട് ഈ മസാലകൾ കംപ്ലീറ്റ് നമ്മുടെ വഴുതനങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവും. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് അടുക്കി പിടിക്കില്ല. വേറെ സ്റ്റീൽ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെറുതായിട്ട്. ഇനി വീണ്ടും 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം.
ഇതിപ്പോൾ വീണ്ടും 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ലതുപോലെ എല്ലാം വെന്ത് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫൈനലി ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമാണ് ഒരല്പം മാത്രം നാരങ്ങ നീര്. ഞാനിപ്പോൾ ഒരു പകുതി അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എപ്പോഴും നമ്മുടെ വീട്ടിൽ നാരങ്ങ ഉണ്ടാവില്ല. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് ഒരല്പം മാത്രം ഒരേ 1 ടീസ്പൂൺ അളവിൽ പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. പുളിവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ കൂടെ ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നാരങ്ങ നീരാണെന്നുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടിയിട്ടുണ്ടാവുകയെന്ന്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എന്ത് റൈസിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ല ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.